എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ജക്ടറായിട്ടിന് കുറച്ച് ബ്യൂട്ടി സംബന്ധമായി കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം എടുത്തിട്ടുണ്ട്. അതിന് പെണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെറ്റ് ചെയ്യണം. അതെ ഗൈസ്, അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഇത് അവസാനത്തിൽ അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. എങ്ങനെ അവിടെ സെറ്റ് ആവുമെന്ന് അറിയാൻ പോലെ പ്ലാസ്റ്റിക് സർജറി വേറെ ഒന്നുമല്ല. ഗൈസ് ഒരു ചെറിയ കാര്യമാണ് ഗൈസ്. പറഞ്ഞോ, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് അവര് വേറെ എന്തിനും വിചാരിക്കും. അതിന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു കല്യാണമല്ല, എനിക്ക് ആകെ 23 വയസ്സായിട്ടുള്ളൂ. മുമ്പ് 24 വയസ്സായിട്ടുള്ളൂ. 10-32 വയസ്സുണ്ട്. അതെ സാർ, വയസ്സറിയിക്കൽ ചടങ്ങല്ലല്ലോ ഇത്. മുടിക്ക് കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. മുടി ഭയങ്കര കൊഴിച്ചിലാണ്. വർഷങ്ങളായിരിക്കുന്നു. അപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് മനസ്സിലുണ്ട്. അപ്പൊ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മള് നേരെ ക്ലിനിക്കിലോട്ട് പോവാണ്. അവനൊരു റിക്വസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണ്, റിസൾട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്ലിപ്പ് ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ ക്ലിപ്പിടും. പല കാരണങ്ങളുണ്ടാവാം, നമുക്ക് മുടി കൊഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ. അതൊക്കെ അവിടെ പോകുമ്പോൾ കറക്റ്റ് ചെയ്തറിയാം. നമ്മൾ ചില കാര്യങ്ങൾ തമാശക്ക് പറയുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ഇടയിലുള്ള ടോക്ക് ഇതുപോലെയാണ്. അതാണ് ഇടുന്നത്. നിങ്ങളത് നെഗറ്റീവായിട്ട് എടുക്കുന്നത്. കല്യാണം വേണ്ടല്ലടാ. എന്തിനാ കല്യാണം കഴിക്കുന്നത് കുട്ടികള്? ഗൈസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന് മുന്നേ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാവനെ കാണാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതെ ഗൈസ്, അപ്പൊ എന്തായാലും അച്ഛനൊന്നും വേണ്ട, അതെ ഗൈസ്. അതെ ഗൈസ്, അപ്പൊ എന്തായാലും ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ടാ. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് മന്തി കഴിച്ചു. ഞാൻ വീട്ടിലുണ്ടായ സമയത്ത് പലപ്പോഴും ഈ തെണ്ടികൾ എന്നെ കൊതിപ്പിച്ച ഒരു മന്തിയാണ് ഈ പേര് പറഞ്ഞിട്ട്. യെസ് ഗൈസ്, അപ്പം പരിചയമില്ലാത്തൊരു മുഖം നിങ്ങൾ കണ്ടില്ലേ? തിന്നാൻ വേണ്ടി കോഴിക്കോട് ഇവൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ തിന്നാൻ വേണ്ടിയാണ്. അങ്ങനെ സത്യം ഞാനൊക്കെ കൊതിപ്പിച്ച് കഴിച്ചു വീട്ടിൽ നിന്നിട്ട്. രാത്രി ആകുമ്പോൾ പറയും എന്താണ് ഹോസ്പോട്ട് മന്തി. അപ്പൊ ഞാൻ ഗൈസ്, അപ്പൊ എന്തായാലും കേറിയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. വിശേഷങ്ങള് എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. അതാണ് വിശേഷങ്ങള്. കുറെ നാളെ നമ്മളോട് ഇല്ലായിരുന്നു. എന്തൊക്കെ നടന്നളിയാ? മിസ് ചെയ്തോ ഞങ്ങളെയൊക്കെ? മിസ് ചെയ്തെന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളാണ് അറിയാലോ. നമ്മുടെ ലൈഫാണ്, പ്രശ്നങ്ങളാണ് തരണം ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ എനിക്ക് ഡിസ്കിന് ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം മാറട്ടെ, നല്ല രീതിക്ക് നടക്കട്ടെ. അപ്പൊ ആള് മെയിൻ ആയിട്ട് വന്നത് നമ്മുടെ ഭാവനെ കാണാൻ വേണ്ടിയാണ്. ഞാൻ കൊച്ചിനെ കാണാൻ വന്നതാണ്. എനിക്ക് ചെറിയ പണിയൊക്കെ ഉണ്ടായിട്ട് പ്രസവിച്ച ആ ഡേറ്റിൽ വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഈ മാസം ഫസ്റ്റ് വരാന്ന് വെച്ച് ഒന്നു കണ്ടു, സന്തോഷായി. ഇനി ഇതും കൂടെ കഴിച്ച വയറുന്നറിയും, മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഔട്ടിംഗ് ഒക്കെ പോകാം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മാമീസിന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ ഇതാണ് ആ ഒരു ശുഷ്കാന്തി കണ്ടോ മുഖത്തെ. എന്തായിരിക്കും ഇതിന്റെ ടേസ്റ്റ് ഇപ്പോഴും? സാധാരണ മന്തി ഇങ്ങനെ മസാല, ഈ മസാല കൂട്ടി കഴിക്കണം കേട്ടോ. ഇത് ഫുള്ളും കൂടി ഇങ്ങനെ കുഴച്ച് ഇതെന്നെ ആഗ്രഹിച്ച് കൊതിപ്പിച്ചൊരു സാധനമാണ്. ഇത് ട്രൈ ചെയ്യാൻ പോണ ഗൈസ്. സാധനം കലക്കിയില്ലേ? അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തി. എല്ലാരും മന്തിയോ ബിരിയാണി കഴിച്ചവരൊക്കെ ഇങ്ങനെ ചായണം. പിള്ളേരല്ലേ അപ്പുറത്തെ കണ്ടില്ലേ? കണ്ടോ ഓമനത്തുള്ള നോക്കി നോക്കടാ. ഓമനത്തെ നമുക്ക് എന്തായാലും അടുത്ത പരിപാടിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം ഗൈസ്. അങ്ങനെ രാത്രിയൊക്കെ അപ്പൊ ഒരാള് വന്നിരിക്കുകയാണ്. ആരാ? എന്താ? ഇതൊക്കെ ആയിട്ടാണ് ഇപ്പൊ നടപ്പ്. എന്റെ പേരെന്ത്? ഓ, ഇതായിരുന്നു ഓറിയോ.
ഡോം ചേട്ടൻ വന്നിട്ട് എന്നോട് പറയാ കാസ്ട്രോ ഓറിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ബിസ്ക്കറ്റ് ഒക്കെ ഇട്ടാ ഓറിയോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു പട്ടിനെ മേടിക്കണ്ട. എത്രയോ പട്ടികളുണ്ടല്ലോ. അത് ഡോം ചേട്ടൻ ഇത് എയർപോർട്ട്സ് ഇട്ട് ഒരാള് ഇതേപോലെ ഒരു പട്ടിനെ കിട്ടിയിരുന്ന അടിപൊളിയാണ്. വേണ്ട, നമുക്ക് ഇവിടുത്തെ തെളിവൊക്കെ പോരെ. എന്തിനാ ഈ നാടൻ പക്ഷേ എന്തിന് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുണ്ട്? വാസ്കോ ഒക്കെ പോയിരിക്കുവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ എക്സാം സ്റ്റഡീസ് സോ ഐ വിൽ ഹിയർ. അങ്ങനെ നമ്മൾ വൈറ്റിലുള്ള ഹെയറോക്രാഫ്റ്റിൽ എത്തിയിട്ടുണ്ട്. ജക്ടർ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിന്റെ കൺസൾട്ടേഷന് ശേഷം ഡോക്ടർ GFC എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണ് ജക്ടറിന് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഗൈസ് അങ്ങനെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജക്ടറിനെ കയറ്റി കട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഉറുമ്പ് അടിക്കുന്നത് കഴിഞ്ഞുള്ളൂ. 2 ഇഞ്ചക്ഷൻ ഒരുമിച്ച് കുത്താൻ പറ്റും. അത് വേറെ സെറിഞ്ചിലേക്ക് വരണം, മറ്റേ വലിയ സെറിഞ്ചിക്ക് എടുത്താൽ മതി. മുടി വെട്ടി തരാം. അത് കുഴപ്പമില്ല. അതാ പറയുന്നത് ഇങ്ങനെ പിടിക്കാണ്ട് ഇങ്ങനെ തൊടണ്ട കിളിയൊക്കെ പറയും. അത് ഉള്ള കാര്യമാണ്. അത് ശരിയാ. ഫ്രണ്ടെടുത്ത പല്ലെടുത്ത് പൊളിച്ചളഞ്ഞ് കഴിക്കുമ്പോ ഇതിലും വഴി വെള്ളം പോകും. അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നേ. അത് കൊള്ളാതെ. അത് മസാജറാണോ? നിലവിളി ആണോ? ഡോക്ടറിനോട് കോൺഫിഡൻസ് ആയി. നിനക്ക് എന്തോ നമ്മളൊന്നും പറയില്ല. നിന്റെ പേരിൽ 5 ദിവസം കുളിക്കാതിരിക്കില്ല കേട്ടല്ലോ. അതിനെപ്പോഴാ വിളിച്ചിട്ടുള്ളത്? എന്റെ പേരിൽ 5 ദിവസം കുളിക്കാതിരിക്കും. അല്ല, ഇതിലാരായിരുന്നു കുളിച്ച്? ഞങ്ങള് സത്യം പറഞ്ഞാ എണീറ്റു. സത്യം ഞാൻ സാനിറ്റൈസ് ചെയ്തു. പല്ലേറ്റ് ഫുഡ് കഴിച്ചു. ഡോക്ടറുടെ ഉണ്ട്. ഇലക്ക് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ. അതെ, രാവിലെ ആവുമ്പോ മറ്റേ അങ്ങനെയാ. നമ്മള് ചിരിപ്പിക്കുന്നോണ്ട് നീ അറിയുന്നില്ല. ഇതിന് പ്രത്യേക ചെലവുണ്ട്. തിരിച്ച് ബ്രോനെ നടത്താം. ബൈക്കിൽ പോകുന്നുണ്ടെങ്കിൽ എത്ര ടൈം വരെ? ഇല്ല, പോവാ. ഹെൽമെറ്റ് ഇപ്പൊ വേർപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ക്യാപ്പ് തരും. കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ കുറെ കൂടെ നമുക്ക് പിടിച്ചു തരുന്നല്ലേ. ഇനി എപ്പോഴാ കയറിയാന്നറിയോ? കല്യാണം ആവാറായി. അതുകൊണ്ടാണ് ഇല്ല, ഞാൻ 30 ടൈപ്പിന്റെ കല്യാണം കഴിക്കണ്ടേ? അല്ല, ചോദിച്ച ഡോക്ടർ 25 ഉള്ളൂ. ഇതൊക്കെ ഫുള്ള് അഴിമതിയാ ഡോക്ടറെ. 40-50 വയസ്സുണ്ട്. ഫുള്ള് തിരുത്താ. ആണോ? 25. ഇക്കയുടെ അടുത്തേക്ക് വന്നപ്പോൾ എത്രയൊക്കെ പറഞ്ഞു? 35. എന്നോട് 45. വിശ്വസിക്കുന്ന കള്ളം പറയാം. അന്ന് 25. അതെ. നാളെ രാത്രി മിനോക്സിൽ യൂസ് ചെയ്താൽ കാര്യമുണ്ടോ? ഇവിടെ അന്നൊരു പണി, നിങ്ങളെ കുറച്ച് പോയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു കൊടുക്ക്. ഈ കരിമീനടിച്ച താടി നമുക്ക് വേണ്ട. അല്ലായിരുന്നെങ്കിൽ വെച്ചാലല്ലേ. ബ്ലാക്ക് താടിയാണെങ്കിൽ ഓക്കെ. നിന്റെ തലേന്നെടുത്ത് കഴിഞ്ഞാൽ ഇത്ര നീട്ടത്തിൽ വളർന്നില്ലത്. അപ്പൊ ഇനി 25 days കഴിഞ്ഞ നെക്സ്റ്റ് സെഷൻ വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി അല്ലേ? നെക്സ്റ്റ് 24 hours അത് നമ്മള് കാണിക്കും. അതെ ഗൈസ്, അതെല്ലാം ഇത് പറയുന്നത് ഇനി എന്തിനു പറഞ്ഞു ഉടനെ എന്തിനും കിട്ടിയാ സംസാരിക്കുക. അവസരം കിട്ടിയ സത്യം ഗൈസ്. അപ്പൊ എന്തായാലും ഒരു ഓർഡർ
അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.